ചേട്ടാ തൃശ്ശൂർക്കുള്ള വണ്ടി പോയോ? ഒരെണ്ണം ഇപ്പൊ പോയതേ ഉള്ളൂ, ഇനി അരമണിക്കൂർ കഴിയും. ഏയ്, ഇതൊന്നും ഒഴിവാക്കിക്കൂടെ? ശല്യം എവിടെ പോയാലും കാണും ഇങ്ങനെ ഓരോരുത്തന്മാര്. നീയാ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഇതങ്ങ് ഒഴിവാക്കിക്കൂടെ? ശീലങ്ങളല്ലേ, എങ്ങനെ ഒഴിവാക്കും? ഇവനെ കൊണ്ട് തോറ്റല്ലോ. നാശം, ഞാൻ വലിക്കാതിരിക്കണമെന്ന് തനിക്കെന്താ അത്ര നിർബന്ധം? എന്റെ സുഹൃത്തിനു വേണ്ടി എനിക്ക് അത്രയെങ്കിലും ചെയ്യണം. ശരി, തൽക്കാലം ഞാൻ നിർത്തി. അല്ല, ഈ സുഹൃത്താരാ? വല്ല സാമൂഹ്യ പ്രവർത്തനമാണോ? അല്ല, ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. എന്നിട്ട് അവനെന്തു പറ്റി? ജീവിതം ദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞപ്പോൾ അവൻ എല്ലാരെയും ഉപേക്ഷിച്ച് എവിടേക്കോ പോയി. നെഞ്ചോടു ചേർക്കുവാൻ ഓർമ്മകളായിരം പങ്കിട്ടു നിൽക്കുവാൻ നിന്നെ തേടി ഞാൻ. നെഞ്ചോടു ചേർക്കുവാൻ ഓർമ്മകളായിരം പങ്കിട്ടു നിൽക്കുവാൻ നിന്നെ തേടി ഞാൻ. വേദനകൾ മിഴി നിറയുമ്പോൾ സാന്ത്വനമാമൊരു വാക്കു തരൂ ഞാൻ. വിരഹം നിറയും നിൻ ജീവാംശം നെഞ്ചോടു ചേർക്കുവാൻ ഓർമ്മകളായിരം പങ്കിട്ടു നിൽക്കുവാൻ നിന്നെ തേടി ഞാൻ. നെഞ്ചോടു ചേർക്കുവാൻ. കളിയാട്ടം ആടും നേരം അണിയറയിൽ ഞാനുറങ്ങനായി. വിധിയുടെ കളിയാട്ടം ആടും നേരം അണിയറയിൽ ഞാനുറങ്ങനായി. നിധിയായി വന്നു എന്നെ തേടി നിനച്ചതെന്തെന്നും ഞാനറിഞ്ഞു. നിധിയായി വന്നു എന്നെ തേടി നിനച്ചതെന്തെന്നും ഞാനറിഞ്ഞു. വിറകൊണ്ടു പതറുന്നൊരതരങ്ങൾ എന്നീ സ്പഷ്ടമായി തെളിഞ്ഞിരുന്ന ദീപാങ്കുരം നെഞ്ചോടു ചേർക്കുവാൻ. നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നിന്റെ അരികിലേക്ക് ഞാനിതാ വരികയാണ്. ആരുടെ മനസ്സമായിട്ട് മനുഷ്യൻ വെള്ളടിയാൻ സമയമില്ല, കിടന്ന് ബഹളം ഉണ്ടാക്കണം.
അത് ചോദിക്കാൻ നിങ്ങളാരാ? ഓഹോ, എന്താടാ നിന്റെ പ്രശ്നം? എനിക്ക് മരിക്കണം. എന്റെ മീര, അവളെ മറക്കാൻ എനിക്ക് കഴിയില്ല. ഓ, ആത്മഹത്യ ആയിക്കോട്ടെ, പക്ഷെ വേഗം വേണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇത് തീർക്കാൻ. നീ ഇങ്ങ് വന്നേ. നിനക്ക് മരിക്കണോ അതോ മറക്കണോ? എടാ, നീ അവളെ മറക്കണം, മറന്നേ പറ്റൂ. അതിന് പറ്റിയൊരു വഴി ഞങ്ങൾ പറഞ്ഞുതരാം. എടാ മോനെ, ദൈവം മനുഷ്യന് തന്നിരിക്കുന്ന ആകെ കൂടി പ്ലാണ്ടിക്കുപ്പി പോലെ ഒരു ജീവിതം. നീ അത് താഴെയിട്ട് പൊട്ടിച്ച് ഉള്ള കിക്ക് കളയണ്ട. പോയാൽ പോട്ടടാ, ഒന്ന് പോയാൽ വേറൊന്ന്. എടാ, പെണ്ണുങ്ങളെ ഒറ്റൊന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ ഇത്രയും കാലം നല്ലവനായി ജീവിച്ചിട്ട് എന്ത് കിട്ടി? മനുഷ്യനായ സ്തുതിക്കണം. നീ ഇതങ്ങോട്ട് കുടിച്ചേ. നീ ധൈര്യമായിട്ട് കുടിച്ചോ, നിന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കാം. മഴയും തുടങ്ങി, ഇന്ന് പറ്റിയ ദിവസം. നീ ധൈര്യമായിട്ട് അടിച്ചോ. ഇവിടൊക്കെ പാട്ടും പാടി നടക്കുന്നിടത്തുണ്ടായിരുന്നു. അവനെവിടെ? ദേ വരുന്നു. ആ, നീ ഇങ്ങോട്ട് വാ. എന്നാ തീടി, എന്നിട്ടൊരു പാട്ടങ്ങ് പാട്. ചിലപ്പോ നമുക്കിട്ടൊന്ന് താങ്ങും, എന്നാലും കുഴപ്പമില്ല, നീ പാടി. പണ്ടെല്ലാരും ചൊല്ലൂ സ്വന്തം നാടിൻ പേരതു കേട്ടാലുള്ളിൽ തുടിക്കും ചോര ഞരമ്പുകളിൽ. ഇന്നെല്ലാരും ചൊല്ലൂ പൊന്തും മദ്യത്തിനുര കിട്ടാനുള്ളിൽ തീർപ്പു പോരു വരമ്പുകളിൽ. മതി മതി, നീ ഞങ്ങൾക്കിട്ട് താങ്ങാണല്ലേ, നിർത്ത്. ലഹരിയെ തേടി അലഞ്ഞ അവന്റെ കൺമുന്നിൽ സമൂഹത്തിലെ പല ജീവിതങ്ങളും തെളിഞ്ഞു. ഇവൻ രാമൻകുട്ടി മദ്യപിച്ചു വന്ന് ഭാര്യയുമായി വഴക്കുണ്ടാക്കുക എന്നതാണ് ഇയാളുടെ സ്ഥിരം ജോലി. ബോധം നശിക്കുവോളം മദ്യപിച്ചാലും ഒരിക്കലും തന്റെ 5 വയസ്സുവരെയ മകളെ ഓർമ്മിക്കാൻ അയാൾ ശ്രമിക്കാറില്ല. സ്വന്തം സുഖത്തിനായി ആ ബന്ധം അവൻ ഏർപ്പെടുത്തി. ഇപ്പോൾ അവന് മദ്യപിക്കാൻ ആരും തടസ്സമില്ല. അബ്ദു, ഇജിന് പഠിക്കാൻ പോണ്ട. എന്നെ പഠിപ്പിക്കാൻ അപ്പന്റെ കയ്യിൽ പൈസയില്ല. പണമാണ് തന്റെ പ്രശ്നമെന്ന് കരുതി അബ്ദു ഒരു ജോലിക്കായി ട്രെയിൻ കയറി. കാറ്ററിംഗ് ബോയ് എന്ന പുതിയ വേഷത്തിൽ പാർട്ടികളും ഡ്രിങ്ക്സും ഒക്കെ അവന്റെ കണ്ണുകളിൽ നിറഞ്ഞു. കുടുംബത്തെ മറന്ന് അവൻ ആ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ തുടങ്ങി. ലക്ഷ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് തനിക്ക് ചുറ്റും സുലഭമായ ലഹരികൾക്ക് അവൻ ദാസനായി തീർന്നു. ഇത് സൂസൻ. പുരോഗമനവാദവും ഫെമിനിസവും കൂട്ടിക്കലർത്തി ഇന്ത്യൻ ഫിലോസഫിയുടെ അടിത്തറ തോണ്ടാൻ പുറപ്പെട്ടു. ഇടയ്ക്കെപ്പോഴോ ഒരു ദിവ്യസ്വാമിയുടെ പുകമറയിൽപ്പെട്ടു. ഇപ്പോ പുകവലിയില്ലെങ്കിൽ സൂസനില്ല. ആഗ്രഹങ്ങൾ നശിക്കപ്പെട്ട് സ്വയം വെറുത്തുകൊണ്ടുള്ള ഈ ജീവിതമാണ് അവൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഇതിപ്പോ എവിടെ പോയി? വർഗീസ് മാപ്പിളെ, ഞാൻ വാങ്ങിച്ചു വെച്ച കുപ്പിതാൻ തീർത്തല്ലേ? ഞാനിനി എങ്ങനെ ഒന്ന് നേരം വെളുപ്പിക്കും? ഒരു നേരം പോലും തനിക്ക് കള്ളു തരാൻ പാടില്ല, അതാണ് വേണ്ടത്. നെറുകേട് പറയലട ജോണി. വരുമാനമില്ല എന്ന് കരുതി നീ എന്നെ കൊച്ചാക്കണ്ട. നീ വാങ്ങിച്ചു വെച്ച കുപ്പി ഞാൻ തീർത്തു. ഈ അപ്പനും മകനും തമ്മിലുള്ള തല്ല് ധൈര്യമുണ്ടെങ്കിൽ തടയും.
തള്ള പോയ ഇവരുടെ വഴിക്ക് വഴക്കിനിടയിൽ താനും പെട്ട പോവും. അമ്മച്ചി തലയിടിച്ച് വീണ് മരിച്ചു. അതൊന്നും ഓർമ്മിക്കാനോ തിരിച്ചറിയാനോ ഉള്ള ബോധം ഇരുവർക്കും ഇല്ല. ഒരു പെഗ് തരൂ. എനിക്കാണേല പിന്നെ അവന് പോടാ. ചേട്ടാ ഒരു ഡോസിനുള്ളത് തരും. പോടാ. ജോണി ഒരെണ്ണ അടിച്ചപ്പോഴേ ഓഫായി. എടാ വർഗീസ് മാപ്പിളെ, എനിക്കും താ. ശല്യം തീർന്നപ്പോഴേക്കും അടുത്ത് വന്നു. പോടാ. ഇയാൾ ആരാ? നിനക്ക് എന്നെ അറിയാം. എവിടെ വെച്ചിട്ടുണ്ട്? എന്നെ നിനക്ക് എവിടെയും കാണാം. ആരെങ്കിലും ആവട്ടെ, ഒരു കുപ്പി ഒപ്പിച്ചു തരൂ. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ സഹായിക്കാം. വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമയായി തീരുമ്പോൾ അവന്റെ ഉള്ളിൽ ഞാനുണ്ട്. വളർന്നു വരുന്നതോടൊപ്പം അവന്റെ വിശപ്പ് ലഹരിക്കും കാമത്തിനും പണത്തിനും വേണ്ടിയായിരിക്കും. അപ്പോൾ ഞാൻ വരും. നിന്റെ ഏത് വേദനയും ഇല്ലാതാക്കാൻ ഒന്നല്ല അനേകം വഴികളുണ്ട്. നിനക്ക് സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് മതിമറക്കാൻ മദ്യത്തിന്റെ മഴ തന്നെ കാത്തിരിക്കുന്നു. കൊക്കെയിൻ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ എന്നിവ നിന്നെ ഉന്മാദത്തിന്റെ പൂന്തോപ്പിലെത്തിക്കും. നിന്റെ നശിച്ച ഓർമ്മകളെ പുറന്തള്ളാൻ പുകയിലെയും പാനും സജീവം. ഇങ്ങനെ ആയിരങ്ങളിലൂടെ ആയിരങ്ങളിലേക്ക് വളരുന്ന മറ്റൊരു ലോകം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാനാകും. കുറെ പേർക്ക് അന്നം നൽകുന്നത്, ചിലർക്ക് ആസക്തിയുടെ ആവാസ കേന്ദ്രം, ഇനിയും കുറെ പേർക്ക് മോചനത്തിലേക്കുള്ള ചവിട്ടുപിടി. ഈ പറുദീസയിലെത്തിയവരാരും പിന്നെ തിരികെ പോയിട്ടില്ല. ആ കിളവനെ കൊന്ന കേസിൽ അയാളുടെ പേട്ട് മോളുണ്ടല്ലോ, അവൾ നമ്മുടെ മാർട്ടിനെതിരെ സാക്ഷി പറഞ്ഞു. നീ ഇപ്പൊ എവിടാ? അടുത്ത നിമിഷം നീ ഇവിടെ ഉണ്ടാവണം. നമ്മുടെ മാർട്ടിനകത്താടാ. എന്താണ് നമ്മൾ ചെയ്യാം? വഴിയുണ്ട്. ദേ വരുന്നു നമ്മുടെ മുതലേ. എനിക്ക് കുറച്ച് ഡ്രഗ്സ് തരൂ. ചാടാതെ, തുള്ളാതെ, ചാടാതെ. ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോണ. എനിക്ക് കുറച്ച് ഡ്രഗ്സ് തരൂ. നീ ചാടാതെ. നീ മരിക്കണ്ട. നീ മരിക്കുമൊന്നും വേണം. നിനക്കൊരാളെ കൊല്ലാമോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആവേശപ്പെടാതെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു പെണ്ണ് മുഖേന ഇപ്പോൾ ഉള്ളിലാണ്. ആ പെണ്ണിനെ നീ കൊല്ലണം. സാധിക്കുമോ? ഡ്രഗ്സ് കിട്ടാൻ ഞാൻ എന്തും ചെയ്യണോ? ഞാൻ ചെയ്യണോ?
ബാലാജി റോഡിലെ 4-ാമത്തെ വീട്. തളർന്നു കിടക്കുന്ന സ്ത്രീയും ഈ പെണ്ണും മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. ഞാൻ ചെയ്യാം. ഇന്ന് മാത്രമല്ല, നീ അത് ചെയ്താൽ ജീവിതകാലം മുഴുവൻ ഞാനത് സമ്മതിച്ചോ? പോയിട്ടോ. എങ്ങനെയുണ്ടടാ എന്റെ ബുദ്ധി? നീ അത് ചെയ്താൽ ജീവിതകാലം മുഴുവൻ ഞാൻ തന്നുകൊള്ളാം. ഉണ്ണി, എന്തായത്? നീ എന്തായി കാണിക്കുന്നത്? പിന്നെ ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചു, ഒരു വിവരവും കിട്ടിയില്ല. നീ പോയ ദുഃഖത്തിൽ അമ്മ. മോനെ, നിനക്ക് എന്താടാ പറ്റിയത്? ഞാൻ നിന്റെ ചേച്ചിയല്ലേ? എന്റെ വഴി ഞാൻ തീരുമാനിക്കും. എന്നെ തിരുത്താൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുവൻ ഇന്ന് ജയിലിൽ കിടക്കുന്നത് നിങ്ങൾ കാരണമാണ്. കൊന്നോളൂ, എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നനങ്ങാൻ പോലും പറ്റാതെ ഈ കിടക്കുന്ന സ്ത്രീ ഉണ്ടല്ലോ, എന്നെ പെറ്റ വയറ്, ആ ബന്ധം മാത്രമായി ഇനി ബാക്കി വെക്കണ്ട. നാട്ടുകാരറിയട്ടെ, കുടുംബത്തിന്റെ അത്താണിയാകേണ്ടവൻ തന്നെ അടിവേര് പിഴുത കഥ. എന്തു വിധിയാണിത്? പോയിട്ടു ചേച്ചി, ഇവിടെ എന്താ സംഭവിക്കുന്നത്? അമ്മേ, വീട് വിട്ട് നീ ഇറങ്ങിപ്പോയ ദിവസം മീരയുടെ അച്ഛനയച്ച ഗുണ്ടകൾ നമ്മുടെ അച്ഛനെ കൊന്നു കളഞ്ഞടാ. ചേച്ചി, എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്യാൻ തുനിഞ്ഞത്. കൂടപ്പറപ്പിനെ കൊല്ലാനൊങ്ങി ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നില്ല. അരുത് മോനെ, സ്വന്തം മകൻ എത്ര നീചനായാലും അവന് വേദനിച്ചാൽ 100 ഇരട്ടി നീറുന്നത് അവന്റെ അമ്മയ്ക്കാണ്. കണ്ണിലേക്ക്. അമ്മേ, അമ്മയെ നമുക്ക് ചികിത്സിക്കണം. പോകേണ്ടി വന്നാലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും കിട്ടുന്നില്ലല്ലോ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. ഹലോ അണ്ണാ, അന്ന് നമ്മളെ ചതിച്ചണ്ണാ. അവനെല്ലാം മനസ്സിലായണ്ണാ. ഇനി ഈ ഭൂമുഖത്ത് രണ്ടും ഉണ്ടാവരുത്. ഓക്കെ അണ്ണാ.
ഒഴിച്ച് ആ ഗുണ്ടകൾ ഏത് നിമിഷവും ഇവിടെ എത്താം. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. എനിക്ക് എന്ത് സംഭവിച്ചാലും അവരുടെ ജീവൻ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കേണ്ടത് ഏട്ടന്റെ ചുമതലയാണ്. പിടഞ്ഞു വീണു മരിക്കുമ്പോൾ ആ കാഴ്ചയെ മറക്കാനല്ലാതെ രക്ഷിക്കുവാൻ ഒരു മനുഷ്യജീവിയും ഉണ്ടായില്ല. ഒരു ജീവിതം ബാക്കിയുണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തോട് മുഴുവൻ അവൻ വിളിച്ചു പറഞ്ഞേനെ, ലഹരിയുടെ ഈ ഇരുണ്ട ചുഴിയെ ഇല്ലാതാക്കാൻ നാം നമ്മെ തിരിച്ചറിഞ്ഞേ മതിയാവൂ. ഇന്ന് ഈ ലഹരിയെ ഒഴിവാക്കിയില്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ ഒഴിവാക്കാൻ നാളെ നിങ്ങൾ കാരണങ്ങൾ കണ്ടെത്തും. ലഹരിയുടെ ഈ മിഥ്യാലോകത്തു നിന്ന് ഒരു ജീവനെങ്കിലും രക്ഷിച്ചാൽ അതാണ് മനുഷ്യതയുടെ വിജയം.